നമ്മുടെ ലീ ഇപ്പൊ തെന്നടിച്ച് വീണ ഉടനെ ഈ കാര്യം അറിഞ്ഞ് നമ്മുടെ കിം അകത്തേക്ക് വന്ന് അവന്റെ കാലം നോക്കിയിട്ട് പറയും, മിസ്റ്റർ ലീ നമുക്കതിന് ഹോസ്പിറ്റലിൽ പോയാലോ? എന്നിട്ട് അവൾ ചോദിക്കും അവനും, ഇല്ല അതിനൊന്നും ആവശ്യമില്ല, ഞാൻ ആദ്യം എന്റെ വീട്ടിലേക്ക് പോവാ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും, മിസ്റ്റർ ലീ നിങ്ങളെ കൊണ്ട് ഈ അവസ്ഥയിൽ നടക്കാൻ പറ്റും തോന്നുന്നില്ല, ഞാൻ വേണം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് അവനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം അവന്റെ കാലിന് ഐസ് വയ്ക്കാൻ വേണ്ടി അവൾ സോക്സ് വരാൻ നോക്കുമ്പോഴാണ് അവന് വേണ്ടെന്ന് തടയുന്നത്. പക്ഷെ അതൊന്നും കേൾക്കാതെ അവളും പെട്ടെന്ന് സോക്സ് വരുമ്പം അവന്റെ കാലിനകത്ത് ഒരു വലിയൊരു പാട് കാണും. അത് അവന് പണ്ട് തൊട്ടേ ഉള്ള. ഇത് കണ്ട ഉടനെ പെട്ടെന്ന് അവൻ ആ സോക്സ് മറിക്കും. അപ്പോഴാണ് ഇത് കണ്ടതോടെ അവൾ ആലോചിക്കുന്നത് നമ്മുടെ ലീക്ക് എങ്ങനെ കാലിനകത്ത് ഈ മുറിവ് വന്നെന്ന്. അതേസമയം ഇവൾ ആലോചിക്കുന്നുണ്ട് നമ്മുടെ ലീ പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റും, അക്കിം ഇത് ഈവന്റ് വെച്ച് എന്തോയാലും സംഭവിച്ചേ, ആരാന്നറിയാത്ത ഒരാളിന്റെ കൂടെ നീ അത്രയും ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? എന്നിട്ട് അവനും ചൂടാകുമ്പം ഇത് കേട്ട അവളും, മിസ്റ്റർ ലീ നിങ്ങളല്ലേ പറഞ്ഞ ഈ ഈവന്റ് നമ്മൾ എങ്ങനെയൊക്കെ ജയിക്കണമെന്ന്, അതിനുവേണ്ടി എന്റെ ടീമേറ്റ് ഞാൻ സപ്പോർട്ട് ചെയ്ത്. എന്നിട്ട് അവളൊരു കാരണം പറയുമ്പം ഇത് കേട്ട് അവനും ദേഷ്യപ്പെട്ട്, ഇല്ല ഇല്ല അങ്ങനെയൊന്നും ജയിക്കേണ്ട ആവശ്യമില്ല, ആരാന്നോലും അറിയത്തില്ല, നീ അവന്റെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, ജയിച്ച ഉടനെ സന്തോഷത്തിൽ ഹഗ് ഒക്കെ ചെയ്യുന്നു, എങ്ങനെ അപ്പൊ ഇത്ര അടുത്തൊന്നും കുഴപ്പമില്ലല്ലേ? എന്നിട്ട് ആ ചാൻസ് യൂസ് ചെയ്ത് അവനിങ്ങനെ അടുത്തേക്ക് വന്നോണ്ടിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് അവൾ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ലീയും ഒരു ലെവല് കൂടി അവളെ പിടിച്ചിങ്ങനെ അടുപ്പിക്കും. എന്നിട്ട് അവനും ചോദിക്കും, ഇത്ര അടുപ്പായാലും കുഴപ്പമില്ല. എന്നിട്ട് അവൻ ചോദിച്ചോടെ മൊത്തത്തിൽ അവളും ടെൻഷനായി, മിസ്റ്റർ ലീ ഞാൻ വീണ്ടും ഐസിട്ട് എടുത്തോണ്ട് വരാം. എന്നിട്ട് അവൾ എഴുന്നേറ്റ് അങ്ങ് പോകും. അതിനുശേഷം അവൾ ഐസൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ലീ കിടന്നുറങ്ങുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് അവനൊരു സ്വപ്നം വരുന്നത്. അതായത് മുമ്പ് അവന്റെ സ്വപ്നത്തിൽ നടന്നുപോയ ആ ലേഡി ഒരു പയ്യന്റെ കഴുത്ത് ധരിച്ച് ഇങ്ങനെ കൊല്ലുന്ന കണക്ക്. ഇത് കണ്ടതോടെ പെട്ടെന്ന് അവൻ ഞെട്ടി അങ്ങ് എഴുന്നേക്കും. അപ്പോഴാണ് അവളും, മിസ്റ്റർ ലീ നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ? എന്നിട്ട് അവളേക്കും അവനും, ആ എനിക്കൊന്നും കുഴപ്പമില്ല, ഇന്നെന്തായാലും ഇത്ര ലേറ്റ് ആയില്ല, നീ വേണേ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോ. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ടവളും, എന്തോ ഇവിടെ തന്നെയോ? അല്ലല്ല ഇവിടെ നിന്ന് ഉദ്ദേശിച്ച എന്റെ കൂടെ അല്ല, ഇവിടെ അടുത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, നീ അവിടെ സ്റ്റേ ചെയ്തോ. എന്നിട്ട് അവനും പറയുമ്പം പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരും. അപ്പോഴാണ് കിം നാണം കേട്ടിട്ട്, അവ ഉദ്ദേശിച്ച ഗസ്റ്റ് ഹൗസ് ആയിരുന്നു, ഞാൻ വെറുതെ ഇവിടെയാണെന്ന് ചോദിച്ചു. എന്നിട്ട് അവളും വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലീ ഫോൺ കട്ട് ചെയ്തിട്ട്, അപ്പിനേക്കും ഇന്ന് നീ ഇവിടെ സ്റ്റേ ചെയ്യണ്ട, നീ തിരിച്ച് വീട്ടിൽ തന്നെ പോയിക്കോ. എന്നിട്ട് പെട്ടെന്ന് മൈൻഡ് ചേഞ്ച് ചെയ്ത് അവളെ പറഞ്ഞേക്കും. അതിനുശേഷം അവളൊന്നും മനസ്സിലാതെ പുറത്ത് നടന്നുപോകുമ്പോഴാണ് നമ്മുടെ ലീയുടെ ചേട്ടനെ ചെന്നിരിക്കുന്നത്. അങ്ങനെ അവന്റെ ഫോൺ തറ വീഴുമ്പം ഇത് കണ്ട് അവൾ എടുത്തെടുക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് നമ്മുടെ കിമ്മിനെ തടഞ്ഞ് അവളുടെ ഷൂലേസ് കറക്റ്റ് ആക്കിയിട്ട് പോകും. അപ്പോഴാണ് ഇത് കണ്ട അവളും, ഓ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ, ആരെന്നോലും അറിയത്തില്ല ഇത്രയും കെയറുണ്ട്, പക്ഷെ ചിലവരൊക്കെ ഉണ്ടല്ലേ. എന്നിട്ട് നമ്മുടെ ലീയെ കുറിച്ച് പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് അങ്ങ് പോകും. അതേസമയം ചേട്ടനും നമ്മുടെ ലീയെ കാണാൻ വേണ്ടിയാണ് പോയേക്കുന്നത്. ഇവനാണെന്നും നമ്മുടെ ലീക്ക് മെസ്സേജ് ശല്യം ചെയ്യുന്നത്. എന്നിട്ട് അവനും പറയും, അലി വീട്ടിൽ അച്ഛനമ്മയില്ലായിരുന്നു, അതുകൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത്, ഞാനിപ്പോ നിന്റെ പാസ്റ്റ് എല്ലാം മറന്നിട്ട് നിന്നെ ക്ഷമിക്കാന്ന് വിചാരിച്ചേക്കുന്നത്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലീയും ദേഷ്യപ്പെട്ടിട്ട്, നീ ഇപ്പൊ എന്നെ കാണാനല്ലോ വന്ന് കണ്ടല്ലേ, എങ്കിൽ ശരി ഞാൻ പോട്ടെ. എന്നിട്ട് അവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് നടന്നു പോകും. അതേസമയം വീട്ടിൽ പോയി നമ്മുടെ കിമ്മും ആ വയർ ടൈറ്റ് ചെയ്യുന്ന സാധനം കണ്ടിട്ട് അവളിങ്ങനെ ആലോചിച്ച് നോക്കും. കാരണം പണ്ട് നമ്മുടെ ജിയെ പോലെ തന്നെ കിമ്മ് ഈ തെറ്റ് ചെയ്താണ്. അങ്ങനെ ആ സമയത്ത് അവന് പേടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കിം ഇത് മനസ്സിലാക്കി പെട്ടെന്ന് ആ വയറിലെ ലൂസാക്കി ഇടുന്നത്. അപ്പോഴാണ് അവനും പറയുന്നത്, സെക്രട്ടറി കിം നിനക്ക് എങ്ങനെയാണോ സ്പൈഡറിനെ കണ്ട പേടി വന്നത്, അതേപോലെ എനിക്ക് ഈ വയർ ടൈറ്റ് ചെയ്തിട്ട് അത് കാണുമ്പോൾ പേടി വരും, ഇനി ഇത് മേലെ ആവർത്തിക്കില്ല. എന്നിട്ട് അവൻ പറഞ്ഞ ഡയലോഗൊക്കെ ഇവളിങ്ങനെ ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കും, എന്തുകൊണ്ടാ അവൻ ഇതിനെ കണ്ട പേടിക്കുന്നതെന്ന്. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ലീയും കിമ്മും കൂടെ ഇവര് പുതിയതായിട്ട് തുടങ്ങാൻ വന്ന ആർട്ട് സെന്റർ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെന്നെങ്കിൽ നോക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് കട്ടാകുന്നത്. ഇതോടെ ഇവർ രണ്ടുപേരും കൂടെ കറണ്ട് വന്നതിന് ശേഷം പോകാന്ന് വിചാരിച്ച് ആ ലൈബ്രറി ഫുൾ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ലീയും ഓരോ സാധനങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കിം ലൈറ്റ് അടിച്ച് അവനെ പേടിപ്പിച്ചതോടെ ഇത് കണ്ട് അവന് ഷോക്കായി മൊത്തത്തിൽ പേടിച്ചു പോകും. അപ്പോഴാണ് അവളും, മിസ്റ്റർ ലീ ഇത് ഞാനാ, ചുമ്മാ ഒന്ന് പേടിപ്പിച്ച് നോക്കിയതാ, നിങ്ങൾ ഇത്രയും പേടിക്കാൻ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്നിട്ട് അവനെ സമ്മാനപ്പെടുത്തി അവളൊരു ബുക്ക് എടുത്ത് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ലീയും, പിന്നെ കിം ഞാൻ എപ്പോഴെങ്കിലും നിന്നെ കാണാൻ ബ്യൂട്ടിഫുൾ ആന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ടവളും, ഇല്ലല്ലോ. എന്നിട്ട് അവളും ഷോക്കായി നോക്കും. കാരണം നമ്മുടെ ലീ ഇതുവരെ അവനെ അല്ലാതെ വേറെ ആരെയും കുറിച്ചും പൊക്കി പറഞ്ഞിട്ടില്ല. ഇപ്പോഴെങ്കിലും ഇവളെ കുറിച്ച് പറയാൻ പോകുന്ന നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവനും, എങ്ങനെ പറയാനാ, എനിക്കിതുവരെ അങ്ങനെ തോന്നിട്ടില്ലല്ലോ, ഒരേശം നിന്നെ കാണാൻ ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ എപ്പ പറയാം. എന്നിനെ മൊത്തത്തിൽ അവളെ ഡാമേജ് ആക്കിയിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കുറെ സമയം കറണ്ട് വരാത്തോണ്ട് നമ്മുടെ കിമ്മും ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി അവനെ വിളിച്ചോണ്ട് പുറത്തു വന്ന് നോക്കും. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ലീ തടഞ്ഞിട്ട്, കിം നിന്നെക്കാളും ജീനിയസ് ഞാനാ, ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിരുന്ന അവളെ പിടിച്ച് വേറെ ദിശയെ കൊണ്ടുപോയി ഒരു ഡോറില്ലാത്ത സ്ഥലത്തോണ്ട് നിർത്തും. അപ്പോഴാണ് ഇത് കണ്ട് ലീയും, എന്റെ ജീനിയസ് ആയ ബ്രെയിൻ പറയുന്നത് ഇവിടെ ആയിരുന്നു പുറത്തേക്ക് പോകുന്നുള്ള വാതില്, പക്ഷെ ഇവന്മാരെന്തിനാ ഇങ്ങനെയൊക്കെ പണിഞ്ഞേക്കുന്നത്, ഡോറൊക്കെ കൊണ്ട് വേറെ അവിടെ ചേക്കുക. എന്നിന് അവൻ എങ്ങനെയൊക്കെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവളും, ഓ ശല്യം, മിസ്റ്റർ ലീ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. എന്നിന് അവൾ വിളിച്ചോണ്ടുപോകും. അപ്പോഴാണ് പോകുന്ന വഴിക്ക് അവന് ചുമ്മാരിക്കാതെ കുറെ ശല്യം ചെയ്തോണ്ടിരിക്കും. അഭിനയ്ക്കും നിങ്ങളെ കൊണ്ട് ഇത്ര സ്പീഡിലൊക്കെ നടക്കാൻ പറ്റുമോ? എന്നിന് ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവൾ ഇറിറ്റേറ്റ് ആയി, നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത് എനിക്ക് കുറച്ച് ഓവർ സ്പീഡായി പോയി, ആദ്യം ഒന്ന് വരുന്നോ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. എന്നിന് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം കിമ്മും അവളുടെ സിസ്റ്റേഴ്സോട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് അവരും ചോദിക്കുന്നത്, കിം നീ ആ ലീഡ് കമ്പനിയിൽ നിന്ന് മാറാൻ പോവല്ലേ, പിന്നെന്തിനാ അവന്റെ കൂടെ ആർട്ട് സെന്റർ ഒക്കെ തുടങ്ങാൻ വേണ്ടിയൊക്കെ പോകുന്നത്? ഞാൻ വിചാരിക്കുന്നത് അവൻ നിന്നെ സെക്രട്ടറി ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. എന്നിന് അവർ പറയുമ്പോഴാണ് ഇത് കേട്ട് കിമ്മും, ഓ അങ്ങനൊന്നല്ല, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, മിസ്റ്റർ ലീക്ക് എന്റെ സഹായം ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ പോകാൻ വിടാത്ത. എന്നിന് അവള് റെസ്റ്റ് റൂമിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടെ സ്പൈഡറിനെ കണ്ട് അവൾ പേടിക്കുന്നത്. ഇത് കണ്ടോടെ ചേച്ചിമാരെ അടുത്ത് വരുമ്പോഴാണ്
നമ്മുടെ കിമ്മും ചോദിക്കും അത് പിന്നെ ചേച്ചി നമ്മളൊരു വിഷയത്തിന് കണ്ട പേടിക്കുവാണെങ്കിൽ അതെങ്ങനെ നമ്മൾ മാറ്റിയെടുക്കുന്നത് എന്നിന് അവൾ വയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് ചേച്ചിയും ഓക്കെയും നിനക്ക് ഒരു വിഷയത്തിന് പേടിയാണെങ്കിൽ നീ ആദ്യം അതിനെ ഫേസ് ചെയ്യണം എന്നാലേ ആ പേടി മാറത്തുള്ളൂ നീ വേണം എന്റെ ക്ലിനിക്ക് വാ നിനക്ക് ഞാൻ ഓഫർ തരാം എന്നിന് അവളോട് പറഞ്ഞോണ്ടിരിക്കും അതേസമയം നമ്മുടെ കിം ഇതൊക്കെ ചോദിച്ചത് നമ്മുടെ ലീയുടെ പേടി മാറാനാണ് അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം കമ്പനി വെച്ച് നമ്മുടെ കിമ്മും ജിയും കൂടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും അതായത് ഇവർ തുടങ്ങാൻ വന്ന പുതിയ ആർട്ട് സെന്ററിന് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ മാർഫസിനെ വിളിച്ചാലെന്ന് അതായത് ലീയുടെ ചേട്ടന് അങ്ങനെ ആ കാര്യമായിട്ട് കിമ്മും ലിയോട് പെർമിഷൻ ചോദിക്കാൻ പോകുമ്പോഴാണ് അതേസമയം ചേട്ടൻ നേരിട്ട് അവനെ കാണാൻ തന്നെ കമ്പനിയിലേക്ക് വരും ഈ കാര്യം അറിഞ്ഞ ഉടനെ പെട്ടെന്ന് ലീയും അവൾ പറയുന്നതും കേൾക്കാതെ സെക്രട്ടറി കിം പെട്ടെന്ന് തന്നെ അടുത്തുള്ള കടയിൽ നിന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടി കുറെ ഫുഡ്സ് വാങ്ങിച്ചോണ്ടോ ഏതൊന്നും ചോദിക്കില്ല എല്ലാം വാങ്ങിച്ചോണ്ടോ എന്നിന് അവള് ചേട്ടനെ മീറ്റ് ആയിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പുറത്തേക്ക് പറഞ്ഞേക്കും അപ്പോഴാണ് അവൾ ലിഫ്റ്റിൽ കയറാൻ പോകുമ്പോൾ ഇത് കണ്ട് അവനും ലിഫ്റ്റിൽ കയറല് സ്റ്റെപ്പ് വഴി കൊണ്ട് നടന്നോണം എന്നിന് അവളെ പറഞ്ഞേക്കും അങ്ങനെ ലീക്ക് എന്തോ പറ്റിയെന്ന് അവളും കൺഫ്യൂസ് ആയി കഷ്ടപ്പെട്ട് താഴേക്ക് ഓടി ചെല്ലും അതേസമയം അവൻ വിചാരിച്ച പോലെ അവൾ നമ്മുടെ ചേട്ടനെ മീറ്റ് ചെയ്യത്തില്ല അതിനുശേഷം ചേട്ടന്റെ കമ്പനിയിലേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് അവനും ദേഷ്യപ്പെട്ട് നിനക്കിപ്പോ എന്തോ ഉണ്ട് നിനക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇന്നലെ വീട്ടിൽ നിന്നില്ല പിന്നെ നിന്നെ ഇപ്പൊ ഇവിടെ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ചേട്ടനും ഒലി അതൊന്നുമില്ലടാ ഞാൻ പുതിയതായിട്ട് ഒരു റൊമാൻറ്റിക് സ്റ്റോറി ചെയ്തിട്ടുണ്ട് ആ ബുക്ക് നീ ഒന്ന് വായിച്ചു നോക്ക് വേണം നിനക്ക് ഡേറ്റിനൊക്കെ യൂസ് ആവും എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് ലീയും ദേഷ്യപ്പെട്ട് അതിനൊന്നും ആവശ്യം എനിക്കില്ല ഞാൻ ഫുൾ ടൈം ബിസിയാ എനിക്കിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ആദ്യം പുറത്തോ എന്നിന് അവനെ പറഞ്ഞേക്കും അതിനുശേഷം ചേട്ടനും പുറത്തേക്ക് നടന്നു പോകുമ്പോഴാണ് നമ്മുടെ കിമ്മിനെ മീറ്റ് ചെയ്യുന്നത് ഇത് കണ്ടതോടെ അവനും പെട്ടെന്ന് അവളുടെ ഫോൺ നമ്പർ വയ്ക്കും കാരണം ഇന്നലെ അവർ തമ്മിൽ മീറ്റ് ചെയ്താണ് കണ്ടപ്പോൾ തന്നെ അവന് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ലീ അവൾ ഇത്രയും പെട്ടെന്ന് ഫുഡ് വാങ്ങിക്കാൻ പറഞ്ഞയച്ചത് പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ഇപ്പൊ മീറ്റ് ചെയ്ത് അപ്പോഴാണ് അവളും ഫോം വാങ്ങിച്ച് ഒരു റോങ് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും ഇത് കണ്ടിട്ട് അവന് മനസ്സിലാവും അതുകൊണ്ട് അവളെ നോക്കി ചിരിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും അങ്ങനെ ഫുഡുമായിട്ട് ലീയെ കാണാൻ പോകുമ്പോഴാണ് അവന് മൂഡ് അപ്സെറ്റ് ആയിട്ട് അവിടെ ഇരുന്നിട്ട് കിം എനിക്കിപ്പോ വിശപ്പില്ല എന്ന് ഞാൻ പറഞ്ഞോടെ മൊത്തത്തിൽ അവളും തകർന്നുപോയി ആ ഫുഡ് എടുത്തോണ്ട് പുറത്തേക്ക് അങ്ങ് പോകും അതിനുശേഷം ലീയെ കാണാൻ വേണ്ടി അവന്റെ അമ്മയെ കമ്പനിയിലേക്ക് വരും എന്നിട്ട് കിമ്മിനെ കണ്ടിട്ട് അവളോട് ചോദിക്കും പിന്നെ കിം ഇന്ന് ലീ ഫ്രീ ആയിരിക്കത്തില്ല അവന് മീറ്റിംഗ് ഒന്നുമില്ല എന്നിന് അമ്മയും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവള് മീറ്റിംഗ് ഒന്നുമില്ലെന്ന് സത്യം പറയും അതിനുശേഷം ഡയറക്റ്റ് അമ്മയെ ലീയെ കാണാൻ പോയിട്ട് പിന്നെ ലീ നിന്റെ ചേട്ടൻ തിരിച്ച് നാട്ടിലേക്ക് വന്നേക്കുമല്ലേ അതുകൊണ്ട് ഇന്ന് നീ വീട്ടിലേക്ക് വാ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാം എന്നിന് അമ്മയും വിളിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും സോറി ഞാൻ ഇന്ന് ഫുള്ളും ബിസിയാ എനിക്ക് വൈകിട്ട് കുറെ മീറ്റിംഗ് ഒക്കെ ഉണ്ട് എന്നിന് അവനും കുറെ തള്ളുമ്പോഴാണ് ഇത് മനസ്സിലാക്കിയ അമ്മയും അവരുടെ ഹാൻഡ് ബാഗ് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോകും അപ്പോഴാണ് ഇത് കണ്ടിട്ട് കിമ്മും പെട്ടെന്ന് അവരെ വിളിച്ച് ഹാൻഡ് ബാഗ് എടുത്തുണ്ടാവും പറയും അപ്പോഴാണ് അമ്മയുടെ പ്ലാൻ അനുസരിച്ച് അവര് പറയും ഓക്കെയും ഞാനിപ്പോ കുറെ ദൂരം പോയല്ല നീ ലിയോട് പറഞ്ഞ് എന്റെ ബാഗ് വീട്ടിലേക്കുണ്ടോ എന്നിന് അവര് ഫോണിൽ പറയുമ്പോഴാണ് ഇത് കേട്ട് കിമ്മും ആ ബാഗായിട്ട് നമ്മുടെ ലിയോട് ചെന്ന് അവന്റെ അമ്മ പറഞ്ഞ കാര്യമൊക്കെ പറയും അങ്ങനെ ഇത് കേട്ടതോടെ അവനും എനിക്ക് എന്റെ അമ്മയെ കുറിച്ച് അറിയാം ഞാൻ വീട്ടിൽ വരാൻ വേണ്ടി മനഃപൂർവ്വം ഈ ബാഗ് അവർ വിട്ടയച്ചിട്ട് പോയതാ വാട്ട് എ മാസ്റ്റർ പ്ലാൻ സെക്രട്ടറി കിം നീ പറ ഞാൻ വീട്ടിൽ പോണോ വേണ്ടേ എന്നിന് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവളും കുറെ അഡ്വൈസ് ചെയ്ത് നമ്മുടെ ലിയെ വീട്ടിലേക്ക് പറഞ്ഞേക്കും അങ്ങനെ ഇവര് നാലുപേരും കൂടെ കുറെ വർഷത്തിന് ശേഷം ഇങ്ങനെ ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ട് നമ്മുടെ അമ്മയെ സന്തോഷപ്പെട്ട് ലീ നീ എന്തിനാണ് ഒറ്റയ്ക്കെന്ന് നമ്മുടെ സെക്രട്ടറി കിമ്മിനും കൂടെ വിളിച്ചിടായിരുന്നു എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് ചേട്ടനും എന്തോ സെക്രട്ടറി കിമ്മോ അതാര് എന്ന് ഞാൻ ചോദിക്കും അപ്പോഴാണ് അമ്മയും അതൊന്നുമില്ലടാ നിന്റെ അനിയൻ ആകെ നല്ലോണം സംസാരിക്കുന്നത് ആ പെണ്ണിനോട് മാത്രം എന്നിന് ഇവരെല്ലാരും കൂടെ കിമ്മിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ടോപ്പിക് മാറ്റാൻ വേണ്ടി നമ്മുടെ ലീയും പറയും അമ്മ ഞാൻ പുതിയ ആർട്ട് സെന്റർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നിന് അവനും പറയുമ്പോൾ ഇത് കേട്ട് അമ്മയും അച്ഛനും കൂടെ അവനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറഞ്ഞോണ്ടിരിക്കും പക്ഷെ ഇതേ കേൾക്കുമ്പോൾ ചേട്ടന് ഇഷ്ടപ്പെടത്തില്ല അതിനുശേഷം ലീയും ജോലിക്കാരായിട്ട് ടാബിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ അടുത്തേക്ക് വന്നിരുന്നിട്ട് എടാ ലീ എങ്ങനെയാണ് നിന്റെ കൂടെ സെക്രട്ടറിക്കും ഇത്രയും വർഷം ജോലി ചെയ്ത് അവൾക്കൊക്കെ മടുക്കത്തില്ല പോരാതെ അവളെ കുറിച്ച് ടോപ്പിക് എന്നാൽ തന്നെ നിന്റെ ഫേസിലെ റിയാക്ഷൻ എല്ലാം മാറുന്നില്ല ഒരു ദിവസം നിനക്ക് പേടിയാണോ ഞാൻ അവളായിട്ട് പരിചയപ്പെട്ട പിന്നെ ഞങ്ങൾ തമ്മിൽ ക്ലോസ് ആകുമെന്ന് എന്നിന് അവനും പറയുമ്പം ഇതൊക്കെ നമ്മുടെ ലീയും കേൾക്കാത്ത മട്ടില് അതിരിക്കട്ട് നീ എപ്പോഴാണ് തിരിച്ചു വന്ന് എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ചേട്ടനും ചൂടായിട്ട് എടാ ലീ പണ്ട് നീ ചെയ്തൊക്കെ മറന്നിട്ട് ഞാനിപ്പോ നിന്നോട് സമ്മാനിച്ച് സംസാരിക്കുന്നു എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നിന് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഇത് കേട്ട് ലീയും പെട്ടെന്ന് അതൊക്കെ നടന്നിട്ട് 20 വർഷങ്ങളായി അന്ന് തൊട്ട് എനിക്കൊരു ചേട്ടനുള്ള കാര്യം ഞാൻ എപ്പോഴാ മറന്നു എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോൾ ഇത് കേട്ട് ചേട്ടൻ ദേഷ്യപ്പെട്ട് അവൻ അടിക്കും അതിനുശേഷം നമ്മുടെ ലീയും തിരിച്ചടിക്കാൻ പോകുമ്പോഴാണ് അവരുടെ പാരന്റ്സ് അവിടെ ഇരുന്നത് ഇത് കണ്ടതോടെ അവന് സൈലന്റ് ആകും അതിനുശേഷം ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ലീയും കിമ്മിനെ കാണാൻ വേണ്ടി പോകും പക്ഷെ അവൾ വീട്ടിലാത്തോണ്ട് അവൾക്ക് വേണ്ടി ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കിമ്മും മൊബൈൽ നോക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ ലീ അവിടെ വന്നെ കാണത്തില്ല അതുകൊണ്ട് നമ്മുടെ ലീയും എക്സ്ക്യൂസ് മീ എന്നിന് അവനും തോളി കൈ വെച്ചതോടെ ഇത് കണ്ട് അവളും പേടിച്ചുറച്ച് മിസ്റ്റർ ലീ ഈ സമയത്ത് നിങ്ങൾ എന്തുവാ എന്നിന് അവളും ചോദിക്കുമ്പോൾ തന്നെ അവന്റെ ഫേസിലെ മുറിവാണ് അതിനുശേഷം ഒന്നും പറയാതെ അവനെ വിളിച്ചോണ്ട് നേരെ വീട്ടിലേക്ക് ചെന്ന് ഓയിൽമെന്റ് ഇടാൻ നോക്കുമ്പോഴാണ് അവളുടെ അഴുക്ക് ഡ്രസ്സെല്ലാം റൂമിനകത്ത് ഇങ്ങനെ ചെതറി കിടക്കുന്നത് ഇത് കണ്ടതോടെ പെട്ടെന്ന് അവൾ ലീയെ തടഞ്ഞിട്ട് ആ ഡ്രസ്സെല്ലാം പാവക്കുട്ടിയുടെ ബാക്ക് വെച്ച് ഒളിച്ചു വയ്ക്കും അതിനുശേഷം അകത്തിരുന്ന് ഓയിൽമെന്റ് എടുത്ത് അവനിങ്ങനെ തടവി കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ലീക്കും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്ത് അവൻ ബാക്കിലോട്ട് അങ്ങ് മാറും ഇത് കണ്ട് അവളത് മനസ്സിലാക്കി മിസ്റ്റർ ലീ ഞാൻ നിങ്ങൾ കഴിക്കാൻ വേണ്ടി നൂഡിൽസ് ഉണ്ടായിക്കൊണ്ടുവരാം എന്നിട്ട് അവളും കിച്ചണിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ലീയും ബോറടിക്കുന്നുണ്ട് ആ വീട് ഫുൾ ഇങ്ങനെ ചുറ്റി നോക്കിക്കൊണ്ടിരിക്കും അപ്പോഴാണ് കിമ്മിന്റെ ഡയറി കാണുന്നത് അത് തുറന്ന് നോക്കിയാൽ അതിനകത്ത് മൊത്തം നമ്മുടെ ലീയെ കുറിച്ചാണ് വാരി എഴുതിയേക്കുന്നത് കാരണം അവൻ ഓഫീസിൽ ചെയ്യുന്ന ടോർച്ചർ എല്ലാം അവൾ ഇതിനകത്തൊന്ന് എഴുതി കാണും അങ്ങനെ അതും വായിച്ച് അവൻ ആ ടോയ് എടുക്കാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ട ഉടനെ പെട്ടെന്ന് നമ്മുടെ കിമ്മ് ഓടി വന്ന് അവനെ തടയാൻ നോക്കും
കാരണം അതിന്റെ ബാക്കിലാണ് അവളുടെ അഴുക്കുതുണിയൊക്കെ ഇരിക്കുന്നത്. അവരാണ് തടയാൻ വന്ന കിമും അവന്റെ ദേഹത്ത് വീണോടെ പെട്ടെന്ന് നമ്മുടെ ലീ അവളെ ഹഗ് ചെയ്ത് കുറച്ച് സമയം നീ മിണ്ടായിരി, ഇനിയും തൊട്ട് ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ പോവുക എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് കിം ഇങ്ങനെ ഷോക്കായിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ ഈ ഡ്രാമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കാണുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു അതും താഴെ കമന്റിൽ പറയുക. പോരാത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഡ്രാമ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഇപ്പൊ തന്നെ കണ്ടുപോകുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.